കോഴിക്കോട്ടേക്ക് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ യു.ഡി.എഫിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കടുത്ത അസംതൃപ്തിയിലാണ്. സംസ്ഥാനത്ത് പലയിടത്തും അർഹമായ പ്രാധാന്യം ലഭിച്ചില്ലെന്ന് ജോസഫ് വിഭാഗത്തിന്റെ പരാതി. ഇതിനിടെ കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പൂർണ്ണമായും യു.ഡി.എഫ് ജില്ലാ നേതൃത്വം തഴഞ്ഞുവെന്നാണ് അവർ പരാതി പറയുന്നത്. ചേതൻ സാജൻ കൂടി ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ചേതൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ജോസഫ് വിഭാഗത്തിന്റെ കോഴിക്കോട്ടെ പരാതി? സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടുത്തിയില്ല, അർഹിക്കുന്ന സ്ഥാനം തന്നില്ല, അസംതൃപ്തി അത് തന്നെയാണോ? തീർച്ചയായും സംസ്ഥാനത്ത് ഉടനീളമുള്ള അതിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലും സംഭവിക്കുന്നത്. ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് തങ്ങളെ പൂർണ്ണമായും തഴഞ്ഞെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പറയുന്നത്. ഇത് സംസ്ഥാന തലത്തിലും വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിലും ഇന്ന് നമ്മൾ കണ്ടതാണ്. 25ഓളം സീറ്റുകളിൽ തനിച്ച് മത്സരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെ ശബരിനാഥന് എതിരെ പോലും മത്സരിക്കുന്ന പ്രഖ്യാപനം അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിലും യു.ഡി.എഫിൽ കല്ലുകടി തുടരുന്നത്. ഈ മുന്നണിയിലെ മൂന്നാമത്തെ പ്രബല ശക്തിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പൂർണ്ണമായും കോൺഗ്രസും ലീഗും ചേർന്ന് വെട്ടിനിരത്തി എന്നാണ് ഇവരുടെ പരാതി. ഇതുമായി ഈ കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലക്കാണ് ചാർജ്. രമേശ് ചെന്നിത്തല DCCയോടും ഇവിടുത്തെ ജില്ലാ യു.ഡി.എഫിലെ നേതാക്കളോടും അർഹിച്ച പരിഗണന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകണമെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ജില്ലയിലെ യു.ഡി.എഫ് നേതാക്കൾ ഇത് മുഖവിലക്കെടുത്തില്ല, പൂർണ്ണമായും വെട്ടി ഒതുക്കി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ ഇവർ കാലങ്ങളായി മത്സരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ചേവരമ്പലം വാർഡിലാണ്. എന്നാൽ ഇത്തവണ അത് തങ്ങൾക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല, ഇവർ ആവശ്യപ്പെട്ട വെള്ളിമാട് കുന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്, അതും നിരസിക്കുന്നു. മുന്നണിയിലെ താരതമ്യേന ചെറു കക്ഷിയായ CMPക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. ഇതും ഇവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വിനിഷ, കോഴിക്കോട് കോർപ്പറേഷനിൽ 10,000-ഓളം ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്. എന്നാൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഈ ക്രൈസ്തവ വിഭാഗത്തെ പരിഗണിക്കുന്നില്ല, പൂർണ്ണമായും തഴഞ്ഞു എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രധാനമായും ഉയർത്തുന്നത്. സമരം ചെയ്യാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമേ ജില്ലയിലെ യു.ഡി.എഫ് നേതാക്കൾ തങ്ങളെ ബന്ധപ്പെടുന്നുള്ളൂ. ഈ സീറ്റ് വിഭജന ചർച്ചയുമായി ആദ്യഘട്ടത്തിൽ തങ്ങളെ സഹകരിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഒരു ഫോൺ കോൾ പോലും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വലിയ ഒരു കടുത്ത അസംതൃപ്തിയിലാണ് ഇവർ. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം വെള്ളിമാട് കുന്ന്, അതുപോലെ തന്നെ ചക്കരോത്തുകുളം, മലാപ്പറമ്പ് വാർഡുകളിൽ തനിച്ച് സ്വതന്ത്രമായി മത്സരിക്കുമെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എത്തിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ മോൻസ് ജോസഫ് പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഈ സംസ്ഥാനത്തുടനീളം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോട് ഈ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ ലീഗും സീറ്റ് വിഭജനത്തിൽ സഹകരിക്കുന്നില്ല, അവഗണന നേരിടുന്നു എന്ന കാര്യം മോൻസ് ജോസഫ് MLA പരസ്യമായി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലും പൂർണ്ണമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ വെട്ടിയൊതുക്കിയത്. ഫിനിഷ.